ഹലോ പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പഴയ ഒരു രീതിയായിരുന്നു ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സാധനം മേടിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും കാശ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സാധനം അവർക്ക് തിരിച്ചു കൊടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന ഒരു രീതിയാണ്. ആ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്ന് അത് കൂടുതൽ റെലവൻ്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാവരും തരത്തിലും ഓരോ ക്രിയേറ്റേഴ്സാണ് നമ്മളെല്ലാവരും. പിന്നെ ഗ്രാമീണ തലത്തിൽ അവയർനെസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവരും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വലിയ സിറ്റികളിൽ നിന്ന് ഒക്കെ ചെറിയ ഗ്രാമങ്ങളിലേക്ക് ആൾക്കാർ യാത്ര പോവുക, എന്നിട്ട് അവിടെ വീക്കെൻഡ്സ് അവിടെ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് അവരിൽ നിന്ന് അവരുടെ പ്രോഡക്റ്റ്സ് നമ്മൾ പരിചയപ്പെടുന്നു ഈ ഗ്രാമീണ തരത്തിലുള്ള ആൾക്കാരുടെ. എന്നിട്ട് അത് മേടിക്കുന്നത് നല്ലൊരു അവരുടെ ഏതെങ്കിലും ഉൽപ്പന്നം നമ്മൾ മേടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പലരും നമ്മുടെ ഇന്ത്യ തന്നെ നമ്മുടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാർട്ടർ സിസ്റ്റം വേണം. അതാണ് ഏറ്റവും സംഭവം. കാരണം നമ്മൾ ഏതെങ്കിലും ഒന്നുകിൽ ബുക്ക് എഴുതുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സോസേജ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പം നമ്മൾ കോഫി ഷോപ്പിൽ പോവുക, എന്നിട്ട് അവിടെ നമ്മുടെ ഒരു ഉൽപ്പന്നം അവർക്ക് കൊടുത്തിട്ട് നമ്മളതിൻ്റെ ബില്ലടയ്ക്കുന്നു. അവരുടെ സർവീസ് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. നമ്മൾ കോഫി മേടിക്കുന്നു, അല്ലെങ്കിൽ ഓംലെറ്റ് മേടിക്കുന്നു. അതിന് ശേഷം നമ്മുടെ ഒരു ബുക്കോ നമ്മുടെ സോസേജോ അത് നമ്മൾ അവിടെ വിൽക്കുന്നു. അത് വലിയൊരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ രൂപ ഡോളറിനെ സംബന്ധിച്ച് വളരെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വാല്യുവേഷൻ ഇല്ല. പുറത്തുള്ള ആൾക്കാർക്ക് വാല്യുവേഷൻ ഉണ്ട്, ഡോളർ രാവിലെ ഇങ്ങോട്ട് അയക്കുന്നു. പക്ഷെ നമ്മുടെ ഇക്കോണമി നമ്മുടെ രാജ്യത്തെ മറക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഇന്ത്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടി പ്രത്യേകിച്ച് മലയാളികളിലാണ് അങ്ങനെ ഒരു കൾച്ചർ ഇല്ലാത്തത്. നമ്മൾ ജന്മനാ വളർന്ന് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എഡ്യൂക്കേഷനൊക്കെ തന്ന നാടിനെ മറക്കുകയും പുറത്തു പോയി സെറ്റിലാവുകയും ചെയ്യുന്നു. എന്നിട്ടൊരു വോളണ്ടറി സർവീസ് പോലും നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നില്ല. നമ്മുടെ നാടിനെ പറ്റി നമുക്കൊരു പ്രതീക്ഷയില്ലാത്ത പോലെ എല്ലാവരും. പക്ഷേ എല്ലാവരും വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വോളണ്ടറി ആയിട്ട് 2 ആഴ്ചയെങ്കിലും തിരിച്ച് നാട്ടിൽ വന്ന് സർവീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബാർട്ടർ സിസ്റ്റം വേണം. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അതിൻ്റെ ഒരു മോഡേൺ കൺസെപ്റ്റ് പറയട്ടെ. അതായത് ഒരു ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും മറ്റ് പല വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് കേക്ക് പിക്നിക് എന്ന് പറഞ്ഞാൽ നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കുക ഇൻ്റർനെറ്റിൽ. എനിക്ക് എൻ്റെ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളത് കേക്ക് പിക്നിക് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. അതായത് കൂടുതൽ ലേഡീസ് അവർ തന്നെ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അവർ മേടിച്ചതോ ലോക്കലായിട്ടുള്ള ബേക്കറികളിൽ നിന്ന് മേടിച്ച് ലോക്കലായിട്ടുള്ള ബേക്കറീസ് ഉൽപ്പാദിപ്പിച്ച കേക്കുകൾ, അല്ലെങ്കിൽ അവർ തന്നെ വീട്ടിലുണ്ടാക്കുന്ന കേക്കുകൾ. അതുകൊണ്ട് ഒരു ഗ്രൗണ്ടിൽ ഒരു പാർക്കിൽ അവർ വരുന്നു, അവരെല്ലാവരും കൂടുന്നു, ഓരോരുത്തരും ഓരോ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെറിയൊരു പീസ് വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ കേക്കിൽ നിന്ന് മുറിച്ചെടുത്ത് വീട്ടിൽ തിരിച്ചു കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ഒരു ഷെയർ കിട്ടി അല്ലേ. അതാണ് ശരിക്കും ഒരു കേക്ക് പിക്നിക്. അതൊരു പുതിയ കൺസെപ്റ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ അത് ഭാവിയിൽ ട്രെൻഡിങ് ആയിട്ട് വരും. അതുപോലെ തന്നെ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലും എവിടെയാണേലും ഇന്ത്യ മുഴുവനും പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ബാർട്ടർ ഒരു സിസ്റ്റം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കണം ഓൺട്രപ്രണേഴ്സിനെ. എന്നാലും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ. അതുപോലെ നമ്മൾ കഴിയുന്നതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്സ് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു സർവീസ് ഉണ്ടോ, അത് നിങ്ങൾ പ്രത്യേകിച്ച് ലോക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സിസ്റ്റം വേണം. അങ്ങനെ അത് ഒന്ന് ശ്രമിച്ചു നോക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. ഗുഡ് നൈറ്റ്.